നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ബിസിനസ്സിൽ ഈ അടുത്ത ഒരു വർഷം നമ്മൾ ബിസിനസ്സിൽ പയറ്റേണ്ട ഒരു 6 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 കാര്യങ്ങളാണ്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു സിജു, എസ്പെഷ്യലി ഈ കോർപ്പറേറ്റ് മേഖലയിൽ ട്രെയിനിങ് രംഗത്തൊക്കെ നിൽക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, പല കമ്പനികളും ഈ എംപ്ലോയിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അവർ 8 വർഷം 10 വർഷം എംപ്ലോയി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു എംപ്ലോയിയെ വേണം, എല്ലാ ക്വാളിഫിക്കേഷനും വേണം ഇയാൾക്ക്. ഇദ്ദേഹം വന്നിട്ട് ഷടയമടേന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തോണം. അതിൽ അപ്പുറത്തേക്ക് ഈ എംപ്ലോയിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇവർ ഒട്ടും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പല കമ്പനികളും, എല്ലാ കമ്പനികളും അല്ല. അപ്പം പലതരത്തിൽ ഈ എംപ്ലോയിയെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം റീസെൻ്റ്ലി ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നു. ഇത് ലിങ്ക്ഡിനിൽ നടന്നൊരു സർവേ ആയിരുന്നു. അതായത് 94% എംപ്ലോയീസും ഇത്തരത്തിൽ എംപ്ലോയി ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ട്രെയിനിങ് നടന്നിട്ടുള്ള കമ്പനികളിലും അവരവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതില്ലാത്ത സമയത്ത് ഈ ആൾക്കാർ വലിയ രീതിയിൽ കൊഴിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ എംപ്ലോയി ഡെവലപ്മെന്റിന് വലിയൊരു ഒരു ഒരു സാധ്യത അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ ക്രൂഷ്യലാണ് ഇനിയുള്ള കാലത്ത്. കാരണം ഈ ഒരു മാസീവ് റിസൈൻ എന്നൊരു സംഭവം നമുക്ക് 2021-ലും 2022-ലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഒരു മെയിൻ റീസൺ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിനെ നോക്കി കാണാമെന്നാണ് സിജു എന്ന് പറയുന്നത്. ജീവൻ തന്നെ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഡെഫിനറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടാണ്. അത് വരുന്നതുകൊണ്ട് പല ജോലികളും നമുക്ക് റീപ്ലേസ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു കണക്ക് നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ശരിയാണ്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. അവരെ നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നതിൽ കേരളത്തിൽ ട്രെയിനിങ്സ് ഒക്കെ വളരെ കുറവാണ് നടക്കുന്നത്. നടക്കുകയാണെങ്കിൽ പോലും അത് ജസ്റ്റ് ഒരു നെയിം സേക്കിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് അപ്പുറത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുന്നില്ല. ഈവൻ ദോ നിങ്ങൾ നടത്തുന്ന ഒരു ചെറിയൊരു തുണിക്കടയാണെങ്കിൽ പോലും അവിടുത്തെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് ട്രെയിനിങ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. എന്തൊക്കെ ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഞാനൊരു 6 തരം ട്രെയിനിങ്ങളെ കുറിച്ചിട്ട് പറയാം. 6 തരം ട്രെയിനിങ്. അതിൽ ഒന്ന് ഇൻഡക്ഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഓൺ ബോർഡ് ട്രെയിനിങ്. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അവന് കൊടുക്കേണ്ട ട്രെയിനിങ്, അതായത് ആ ഓർഗനൈസേഷൻ കൾച്ചറിനെ കുറിച്ചിട്ട്, ഒപ്പം തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ്. കാരണം ആ ഒരു കൾച്ചറിലേക്ക് ആദ്യമായിട്ട് ഒരു ആളെ എൻ്റർ ചെയ്യുന്നത് മറ്റൊരു കൾച്ചറിൽ വരികയാണ്, ഓർഗനൈസേഷൻ മറ്റൊരു കൾച്ചറാണ്. അതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഐസ് ബ്രേക്കിംഗ് നമുക്ക് വേണ്ടതായിട്ട് വരും, ആ എംപ്ലോയീസിന് വേണ്ടതായിട്ട് വരും, കൊടുക്കേണ്ടതായിട്ട് വരും. ഡെഫിനറ്റ്ലി ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ നമുക്ക് ആവശ്യമാണ്. കമ്പനിയുടെ കൾച്ചർ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അവരെ പരിശീലിപ്പിക്കണം, പഠിപ്പിച്ചു കൊടുക്കുകയല്ല വേണ്ടത്, പരിശീലനം വഴി തന്നെ കൊടുക്കണം. മറ്റൊന്ന് ജോബ് റോള്. ഇത് എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്, എന്താണ് വാട്ട്സ് യുവർ ജോബ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ ക്ലാരിറ്റിയോടുകൂടി അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, ആ ഒരു ഹൈറാർക്കി. ആരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, ആ ഒരു സ്കലാർ ചെയിൻ ഉണ്ടാവുമല്ലോ, ഹൈറാർക്കി ഉണ്ടാവുമല്ലോ. ആ ഹൈറാർക്കി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതും ഈ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് കുറച്ചുകൂടി ഒരു ഫണ്ണി ആയിട്ട് രസകരമായിട്ട് നമുക്കത് അവതരിപ്പിക്കാൻ കഴിയണം, ഔട്ട് ബൗണ്ട് ട്രെയിനിങ് എല്ലാം വെച്ചുകൊണ്ടല്ലേ ജീവൻ? തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇപ്പൊ റീസെന്റ് എനിക്ക് തോന്നുന്ന ഒരു കോളാണ്, ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ് അവർക്ക് നടത്തേണ്ടത്. പക്ഷെ അവർ എന്നോട് പറയുന്നത് നമുക്ക് കുറച്ച് പുതിയ എംപ്ലോയീസ് വന്നിട്ടുണ്ട്, അവർക്കൊരു മോട്ടിവേഷണൽ ക്ലാസ് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്യോർ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാറില്ല, നിങ്ങൾക്കൊരു സ്പെസിഫിക് ടോപ്പിക് അനുസരിച്ചാണ് നമുക്ക് ചെയ്യാം. കാര്യം അങ്ങനെ ഒരു ക്ലാസ് നടത്തിയോണ്ട് വലിയ ബെനിഫിറ്റ് ഇല്ല, 1-2 ദിവസം കഴിയുമ്പോൾ സാധനം പോവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവർക്കത് വേണ്ട. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് പ്രോഗ്രാം നടത്തണം എന്നുള്ളത് ഇല്ല. പലപ്പോഴും ഇത്തരത്തിൽ പറഞ്ഞ പോലെ എംപ്ലോയി ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെ ഇവനെ ഡെവലപ്പ് ചെയ്യണം എന്നും അറിയുന്നില്ല. അപ്പൊ നമുക്ക് സിജു പറഞ്ഞ പോലെ നമുക്ക് ഇവരെ ഈ ഓർഗനൈസേഷനിലേക്ക് മിങ്കിൾ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഇൻഡക്ഷൻ ട്രെയിനിങ്. അപ്പൊ അത് ഏറ്റവും ഫൺ ലെവലിൽ അവനെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം. പക്ഷെ അതിനകത്ത് കോണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കൃത്യമായിട്ട് ഇവൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. എന്താണ് നമ്മുടെ കമ്പനി കൾച്ചർ, എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ജോബ് റോള്, ഈ ഹൈറാർക്കി മുതൽ എല്ലാ കാര്യങ്ങളും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇത് വളരെ രസകരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ ഔട്ട് ബൗണ്ട് ട്രെയിനിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത് എൻജോയ്മെന്റിനുപരിയായിട്ട് ഇവന്റെ കോൺഫിഡൻസ് കൂട്ടാനും ഈ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവരുമായിട്ടുള്ള ആ ഒരു വൈബ് കീപ്പ് ചെയ്യാനും അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ്. പലപ്പോഴും പുതിയ ഓർഗനൈസേഷൻസിലൊക്കെ ഇത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇൻഫോസിസ് ഒക്കെ പോലുള്ള പല കമ്പനികളും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചെറിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു ഇടത്തരം സ്ഥാപനങ്ങളിലേക്ക് വരുന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഒരു പരിപാടി ഇല്ല.
കാര്യം അവന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്തിനാന്നൊരു ചോദ്യമാണ്. പലപ്പോഴും ചില വലിയ ബ്രാൻഡിന്റെ പോലും നമ്മൾ ചില സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഭയങ്കര ഇമേജ് ഒക്കെ വെച്ചായിരിക്കും ചെല്ലുക. അവിടെ ചെന്ന് സ്റ്റാഫിനോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഇമേജ് ഒക്കെ പോകും. പിന്നെ ജന്മത്തെ കടയിൽ പോകാൻ തോന്നില്ല. കാരണം ഇതാണ്, ഈ എംപ്ലോയിയുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ഇത് സംഭവം മാറിക്കിട്ടും നമുക്ക്. അപ്പം ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ സഹായിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിനെ അങ്ങനെ കാണാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കാം. നമുക്ക് ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും ഇവന്. കാര്യം ഇവൻ ഈ സെക്ടറിൽ തന്നെ വർക്ക് ചെയ്ത ഒരാളായിരിക്കാം, അല്ലാത്ത ഒരാളായിരിക്കാം, ഫ്രഷർ ആയിരിക്കാം, എന്തോ ആവാം. നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്കില്ലുകളും പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അത് സോഫ്റ്റ്വെയർ ആവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ആയിരിക്കാം, മെത്തേഡ്സ് ആയിരിക്കാം. ഇതിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു MI സിസ്റ്റോ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇതെങ്ങനെ വർക്ക് ചെയ്യണം, ഇതിന് കൃത്യമായിട്ടൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം കുറെ ലാഭിക്കാൻ വേണ്ടി പറ്റും. പലരും ഇത് ഈ ട്രെയിനിങ്ങിന് വെറുതെ ഒരു ദിവസം കളയണ്ടേ, 2 ദിവസം കളയണ്ടേ എന്ന് ചിന്തിച്ചിട്ട് കൊടുക്കാണ്ടിരിക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ആ ടൈം പിന്നീട് ലാഭിക്കും എന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നില്ല. കാര്യം പിന്നീട് ഇവനത് തനിയെ പഠിച്ചെടുക്കുന്നതിന് എളുപ്പമായിരിക്കും ഒരു ട്രെയിനിങ് കൊടുത്ത് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ട്രെയിനിങ്, അപ്പം നേരത്തെ ഇൻഫോസിസിന് ഞാൻ കാര്യം പറഞ്ഞു. അപ്പം ഇൻഫോസിസിലേക്ക് പുതുതായിട്ട് ഹയർ ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മുടെ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരോ ചെന്നൈയിലോ മറ്റുള്ള ഒരു ലൈക്ക് ഏതൊരു ക്യാമ്പസിലാണ് ഇവർക്ക് ട്രെയിനിങ് ഉള്ളത്. ആ ക്യാമ്പസിൽ ഇവർക്ക് ഫുൾ ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് 2-3 മാസം ഇവർക്ക് ട്രെയിനിങ് ആണ്. അതിനുശേഷം മാത്രമേ ഇവരെ മറ്റ് ഇൻഫോസിസ് ക്യാമ്പസിലേക്ക് വിടത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾക്കും വലിയൊരു ക്രൂഷ്യൽ റോൾ ഉണ്ട്. ജീവൻ, അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ട്രെയിനിങ്സ് നമ്മൾ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്കറിയാം ആളുകൾക്ക് ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതെ, ലിങ്ക്ഡിൻ സ്റ്റഡിയും പറയുന്നത് നമുക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചത്. സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നവരുണ്ട്, ബാങ്കിൽ നല്ല ജോലി വേണ്ടെന്ന് വെച്ച് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കാരണം ഒരു എംപ്ലോയി ആയിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഒരു എംപ്ലോയർ ആവണം. ഇതെല്ലാവരും ഓർഗനൈസേഷനിലുള്ള എല്ലാവരും ചിന്തിക്കുക എന്നുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. സോ അവനെ നമുക്ക് ഓർഗനൈസേഷനിൽ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അവന്റെ കരിയർ വളരുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് മാത്രമല്ല, കരിയർ വളർത്താനായിട്ട് കഴിയണം. അവന്റെ പേഴ്സണാലിറ്റി ആണെങ്കിലും അവന്റെ സ്കിൽസ് ആണെങ്കിലും ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അതിന് ഈ ട്രെയിനിങ് ഡെഫിനറ്റ്ലി ഉപകരിക്കും. അവിടെയാണ് ഈ ലിങ്ക്ഡിന്റെ കണക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. 94% എംപ്ലോയീസും ആ ഓർഗനൈസേഷനിൽ തന്നെ നിലനിൽക്കും എന്ത് കൊടുത്തു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ. മറ്റൊന്നാണ് ഈ പറയുന്ന ടെക്നിക്കൽ പറഞ്ഞു, ഒപ്പം തന്നെ ഇൻഡക്ഷൻ ട്രെയിനിങ്ങും പറഞ്ഞു. ലീഡർഷിപ്പ് ട്രെയിനിങ്ങും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്, പ്രത്യേകിച്ച് മാനേജീരിയൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, മാനേജേഴ്സിന്. നമുക്കറിയാം പല ലെവലിൽ പല തട്ടുകളിൽ നമുക്ക് എംപ്ലോയീസിനെ തരംതിരിക്കാൻ കഴിയും. അതിൽ ഒരു മാനേജീരിയൽ ലെവലിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് താഴെ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്. സോ എങ്ങനെ ഈ എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യണം, കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ പരിഹരിക്കണം, ഒരു വിൻ വിൻ സിറ്റുവേഷൻ എങ്ങനെ ഫ്രെയിം ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു MBA കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ കുറച്ചൊരു കാലം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കോ ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വരത്തില്ല. ബിക്കോസ് ഈ മാനേജർ ഡീൽ ചെയ്യേണ്ടത് ഹ്യൂമൻസിനെ വെച്ചിട്ടാണ്, മനുഷ്യരെ വെച്ചിട്ടാണ്. പല ഇമോഷൻസിനെയാണ് അവിടെ കൃത്യമായിട്ട് ഒരു ലൈനിൽ കൊണ്ടുവരേണ്ടത്, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവിന് വേണ്ടി നയിക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ഈ പറയുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ്ങും ഡെഫിനറ്റ്ലി മാനേജറിയൽ ലെവലിലുള്ള എംപ്ലോയീസിന് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇതിന് കൊടുക്കണം. എല്ലാം കൂടെ നമുക്ക് കാശ് ലാഭിക്കാന്ന് പറഞ്ഞിട്ട് ഒറ്റ ട്രെയിനിങ്, അതും 1 ഡേ വേണം, നമുക്ക് 2 മണിക്കൂറിൽ എല്ലാ സാധനങ്ങളും കൊടുക്കണം. ചില ആൾക്കാര് ഓണ്ടർപ്രണേഴ്സ് വിളിച്ചിട്ട് പറയുന്ന കാര്യമാണ്, നമുക്ക് 2 മണിക്കൂറിൽ ഇവർക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം, സെയിൽസിന്റെ ട്രെയിനിങ് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും 2 മണിക്കൂറിൽ. പറഞ്ഞു പോയാൽ മതിയോ? ഇല്ല, ഒരു ഉറക്കും. അവർക്കത് താല്പര്യപ്പെടത്തില്ല മുമ്പിലിരിക്കുന്ന ട്രെയിനീസ്. ലീഡർഷിപ്പ് ട്രെയിനിങ്, ഒപ്പം തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്, അത് എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. ടൈം മാനേജ്മെന്റ് ടെക്നിക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒപ്പം തന്നെ പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. ഒരു ആശയവിനിമയം ശേഷി വളർത്തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. ഇതിന് എന്താണ് ഈ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവസാനം പറയുന്നുണ്ട്. എന്നാലും സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ ഒരു സിനിമാ തിയേറ്ററിൽ നിൽക്കുകയാണ്. അപ്പം ക്യൂ നിൽക്കുകയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് ഒരാൾ ഓടിച്ചാടി വന്നിട്ട് ഇതിന്റെ ക്യൂ ഒക്കെ തെറ്റിച്ചുകൊണ്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പം അവിടെ നിൽക്കുന്ന ആൾക്കാർ പ്രതികരിക്കും, സ്വാഭാവികം. അപ്പൊ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്ന് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കും. 3 തരത്തിൽ ഇവർ പ്രതികരിക്കും. ഒന്ന്, വളരെ അഗ്രസീവായിട്ട് ഇവനെ പിടിച്ച് നീ എവിടെ പോവാടാന്ന് ചോദിച്ച് പിടിച്ച് നിർത്തി ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. 2, ഇവൻ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് വലിയ കാര്യമൊന്നുമില്ല പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവർ ഇടപെട്ടോളല്ലോ, ഞാനൊന്നും ചെയ്യേണ്ടതാണ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. 2 ടീമുണ്ട്. 3ാമത്തെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനെ വിളിച്ച്
കാര്യം പറയുന്നത്, ക്യൂ ആണ്, ദയവേത് പുറകെ പോയി നിൽക്കുക എന്ന് പറയും. 3 തരത്തിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നു. ഒന്ന് വളരെ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് പാസീവാണ്. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് നമ്മൾ എവിടെ പോയാലും കാണാം, നമ്മളെ എംപ്ലോയീസിൻ്റെ ഇടയിലും കാണാം, സ്റ്റാഫ് നമ്മളെ ക്യാമ്പസിൽ പോയാലും ക്ലാസ്സിൽ പോയാലും എവിടെ പോയാലും കാണാം. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, അപ്പോൾ ഇതിന് ഉത്തരം കുറേ ആൾക്കാർ ടൈപ്പ് ചെയ്തിടും, കുറേ ആൾക്കാർ ടൈപ്പ് ചെയ്തിടത്തില്ല, കുറേ ആൾക്കാർ ഇത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഈ 3 ലെവലിൽ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാര്യം ഇവനോട് പറയുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ്റെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാണ്ട് നമ്മൾ പറയുകയാണ്. അതാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു ഓർഗനൈസേഷൻസിന് അകത്താണെങ്കിലും കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഇത് വളരെ ക്രൂഷ്യലാണ്. കാര്യം നമ്മൾ ഒന്നും പറയാണ്ടിരിക്കുന്നത് പ്രശ്നമാണ്, നമ്മൾക്ക് ഉള്ള ഇഷ്യൂസ് ഒരുപാടുണ്ടാവും, നമ്മൾ അഗ്രസീവായി പെരുമാറിയ പ്രശ്നമാണ്. ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് മറ്റവൻ്റെ ഫീലിങ്ങിനെ മാനിച്ചുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ പറയുക തന്നെ വേണം. അപ്പോൾ ഇതിനുള്ള ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം കമ്പനിയാകുമ്പോൾ, സ്വാഭാവികമാണ്. അതെങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് ടീമിൽ ഒരു പ്രോപ്പറായിട്ടൊരു ടീം എങ്ങനെ ബിൽഡ് ചെയ്യാം, കൃത്യമായിട്ടൊരു ഡിസിഷൻ എങ്ങനെ എടുക്കാം, ക്രിയേറ്റീവ് തിങ്കിങ്ങിന് വരും നമുക്ക് ട്രെയിനിങ് ആവശ്യമാണ്. ഇപ്പം റീസെൻ്റ്ലി നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നത് കേരളത്തിൽ പ്രിൻസിപ്പൾമാർക്ക് ഒരു ട്രെയിനിങ്, അതിനകത്ത് ഈ തരത്തിലുള്ള ക്രിയേറ്റീവ് തിങ്കിങ്, ലാറ്ററൽ തിങ്കിങ് പോലുള്ള സംഭവങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ കൊടുക്കാൻ കാര്യം എന്താ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഒരു സ്കൂളിൻ്റെ ഹെഡ് പ്രിൻസിപ്പളാണ് ഇദ്ദേഹം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു മാനേജർ ലെവൽ നിന്നുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ലെവലാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്കുള്ള അതിനുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ കോളേജിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കപ്പാസിറ്റി ഇല്ലാണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പം അതുപോലെ ഒരു ട്രെയിനിങ് നമ്മൾ മുമ്പ് ടെക്നോ പാർക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ കമ്പനിയിൽ അവർക്കൊരു ക്രിയേറ്റീവ് ലെവലിൽ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് ലെവലിൽ ആ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞിട്ടൊരു ട്രെയിനിങ് ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ഒരു സൈക്കോമെട്രിക് അസസ്മെന്റ് നടത്തി, ഓക്കെ ഇന്ന ഇഷ്യൂസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തത്. അപ്പം അതൊക്കെ വളരെ എഫക്റ്റീവ് ആയിരുന്നു. കാരണം പിന്നീട് അവർക്ക് അതിൻ്റെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങുകൾ, ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുകൾ നമുക്ക് മാൻഡേറ്ററി ആക്കി മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏത് ലെവലിലുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ ചെറിയ രീതിയിലെങ്കിലും അത് ചെയ്തേ പറ്റൂ. മറ്റൊന്നാണ് ഈ സെയിൽസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് പല ഷോപ്സിൽ നമുക്ക് പ്രോഡക്റ്റ് നല്ലതായിരിക്കും, പക്ഷേ കയറി ചെന്ന് വാങ്ങാൻ നമുക്ക് തോന്നുന്നില്ല, കാരണം അവരുടെ ബിഹേവിയർ അത്രത്തോളം മോശമായിരിക്കാം. അപ്പം ഈ സെയിൽസ് ട്രെയിനിങ് ഇസ് വെരി മച്ച്, കാരണം സെയിൽസ് ഉണ്ടെങ്കിൽ ബിസിനസ് റൺ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് പ്രോഡക്റ്റ് നോളജ് പറഞ്ഞു കൊടുക്കണം ആ സെയിൽസ് ട്രെയിനിങ്ങിൽ. ഒപ്പം തന്നെ കസ്റ്റമർ സർവീസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം, ക്ലോസിംഗ് സ്കിൽസ് പറഞ്ഞു കൊടുക്കണം. ധാരാളം അത്തരത്തിലുള്ള ട്രെയിനേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്, സെയിൽസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അത്തരത്തിലുള്ള ട്രെയിനേഴ്സിനെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുക ഈ പറയുന്ന സെയിൽസ് ടീമിനെ, ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒന്ന് ഇൻഡക്ഷൻ ട്രെയിനിങ്, ലീഡർഷിപ്പ് ട്രെയിനിങ്, ടെക്നിക്കൽ ട്രെയിനിങ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്, സെയിൽസ് ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ഇതെല്ലാം നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ എംപ്ലോയി ടേൺ ഓവർ കുറയ്ക്കാൻ കഴിയത്തുള്ളൂ, എംപ്ലോയിയുടെ കൊഴിഞ്ഞു പോകുന്ന പോക്കില് കുറയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന് നഷ്ടം എന്ന് പറയുന്ന സ്ഥാപനത്തിന് തന്നെയാണ്. കാരണം അത്രത്തോളം ഒരു എക്സ്പേർട്ട് നോളേജ് ആണ് അവിടുന്ന് പോകുന്നത്, ആ ഒരു സ്കില്ലാണ് പോകുന്നത്. ഇനി വീണ്ടും നമ്മൾ ഒരാളെ ഇത്തരത്തിൽ മോൾഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ എഫേർട്ട് വലിയ രീതിയിൽ പോകും. അത് ബിസിനസ്സിനെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് എംപ്ലോയീസിനെ നിലനിർത്തുക, ഈ ഓൺടർപ്രണേഴ്സ് ആയി മാറണം എന്നുള്ള എംപ്ലോയീസിന്റെ ആ ഒരു ചിന്തയുണ്ട്. കാരണം ഫ്രീഡം വേണം എന്നുള്ള ഒരു ചിന്ത, അത് ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് അവനെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക. ഈ ഇന്റർപ്രണർഷിപ്പ് എന്നൊക്കെ പറയും, ഒരു ഓർഗനൈസേഷൻ അകത്ത് തന്നെ ഒരു അസൈൻമെന്റ് അവനെ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിക്കുക. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് എംപ്ലോയീസിനെ ഒരു സ്ഥാപനത്തിൽ നിലനിർത്തും. ഒന്നാമത്തേത് ഈ ഒരു പോയിന്റ് ഇടാൻ കാരണം, ഇനിയുള്ള വർഷങ്ങളിൽ ഡെഫിനറ്റ്ലി ആൾക്കാര് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടംപോലെ, പ്രത്യേകിച്ച് ഇന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA കഴിഞ്ഞ ആൾക്കാർ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഒന്നില്ലെങ്കിൽ കേരളം വിട്ട് പോവാണ്, ഇന്ത്യ വിട്ട് പോവാണ്, UK കാനഡയിലേക്കോ പോവാണ്. നമുക്കറിയാം കൊല്ലത്താണെന്നുണ്ടെങ്കിൽ കോട്ടയത്താണെങ്കിലും എത്ര വീടുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാർ, കാര്യം കുടുംബത്തോടു കൂടി പോവാണ്, ഇവിടെ വേണ്ട, കേരളം വേണ്ട എന്ന് പറഞ്ഞിട്ട്. പല കാരണങ്ങളും അതിനുണ്ട്. മറ്റൊരു വിഭാഗം ആൾക്കാര് ഓൺടർപ്രണർ ആവാനായി വേണ്ടി നോക്കും, സംരംഭകനാവാൻ വേണ്ടി നോക്കും. ഈ സാഹചര്യത്തിൽ പണിക്ക് ആളെ കിട്ടാത്തൊരു അവസ്ഥ വരും. പണിക്ക് ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം, എങ്കിലേ സ്ഥാപനം നിലനിർത്താനായിട്ട് കഴിയത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തേത്, അപ്പോൾ ഒന്ന് ഈ എംപ്ലോയി ഡെവലപ്മെന്റ് ഡെഫിനറ്റ്ലി നമ്മളൊരു ബഡ്ജറ്റ് കാണണം, അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലുള്ള കമ്പനിയാണ് ഉചിതം?
നിങ്ങൾ നിശ്ചയിച്ച പേരിന് ട്രേഡ് മാർക്ക് കിട്ടുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാനും ഈ പറയുന്ന കമ്പനി രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾക്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക 7012431293.